ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. നമ്മൾ ഇന്നലെ പഠിച്ച ക്ലാസ്സിൻ്റെ ബാക്കി റിവിഷനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇൻസേർട്ട് ടാബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, വേർഡിൻ്റെ ആണ്. കുറച്ച് ഡീറ്റെയിലിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഓർമ്മയുണ്ട് എന്ന് കരുതുന്നു. സോ ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി ഭാഗമാണ് നോക്കുന്നത്. ഓർമ്മയുണ്ടോ നമ്മൾ ഇന്നലെ എവിടെ വരെയാണ് നിർത്തിയെന്ന്? നമ്മൾ പേജ് ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടേബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞു നിർത്തിയത്. സോ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ നോക്കുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ സിംബൽ ഗ്രൂപ്പ്. ഈ 3 ഗ്രൂപ്പാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻസേർട്ട് ടാബിൻ്റെ അടുത്ത ഗ്രൂപ്പുകളാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, അതുപോലെ തന്നെ സിംബൽ. ഇനി ഓരോന്ന് നോക്കുകയാണെങ്കിൽ ഹെഡർ ആൻഡ് ഫൂട്ടറിനകത്തെ കണ്ടന്റുകൾ എന്ന് പറയുന്നത്, ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ ഒക്കെ കീ പോയിന്റ് ടു റിമെമ്പർ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾ അത് റെഫർ ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിന് മുമ്പായിട്ട് എജുവാലി സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ അറ്റൻഡൻസ് ഫോം താഴെ കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തുക കേട്ടോ, മറക്കരുത്. അതായത് ഞാൻ നേരത്തെ എടുത്ത് നിർത്തിയിട്ടുള്ള ലൈവിൻ്റെ അറ്റൻഡൻസും ഇതും കൗണ്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇന്നത്തെ അറ്റൻഡൻസ് കിട്ടുക. ഓക്കെ, അപ്പോൾ പകുതി തന്നിട്ട് കാര്യമില്ല, രണ്ടിലും അറ്റൻഡൻസ് ഉണ്ടാവണം. കാരണം വേർഡിൻ്റെ റിവിഷൻസ് ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ നമ്മളുടെ നോട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ആ എഴുതി വെച്ചിട്ടുള്ള നോട്ടിനകത്ത് ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലെക്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, ദെൻ നമ്മൾ ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്നത് നമ്മളുടെ ഡോക്യുമെൻറ്റിൽ റിപ്പീറ്റഡ് ആയിട്ട് ടോപ്പ് അല്ലെങ്കിൽ ബോട്ടത്തിൽ എന്തെങ്കിലും ഒരു കണ്ടന്റ് റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള കണ്ടന്റിനെയാണ് ഹെഡർ എന്ന് പറയുമ്പോൾ. ടോപ്പ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഹെഡർ എന്നാണ് പറയുക, ബോട്ടം സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഫൂട്ടർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓൾറെഡി നമ്മൾ കീ പോയിന്റ് ടു റിമെമ്പർ എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അവിടെയുള്ള വേറൊരു കണ്ടന്റ് ആണ് പേജ് നമ്പർ എന്ന് പറയുന്നത്. പേജ് നമ്പറിൻ്റെ കോഡ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അതായത് ആംഗിൾ ബ്രാക്കറ്റിനകത്ത് ഹാഷ് സിമ്പലാണ് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യുന്നതിനുള്ള കോഡ്. ഓക്കെ, ടാഗിനകത്ത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് HTML ടാഗ് പോലെ ഓർക്കാം. സോ ആംഗിൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഹാഷ് സിമ്പൽ ഇട്ടു, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇൻസേർട്ട് എ പേജ് നമ്പർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് 1 2 3 എന്നുള്ളത് കൊടുത്തോളും. അപ്പോൾ പേജ് നമ്പർ കോഡ് എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ് എന്നുള്ളത് ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് ഈ പേജ് നമ്പറിൻ്റെ കോഡാണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമ്മൾ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് കുറച്ച് ബിൽറ്റ് ഇൻ ടെക്സ്റ്റ് ബോക്സസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പുൾ കോട്ട്, അതുപോലെ തന്നെ സൈഡ് ബാർ. അതിൻ്റെ വീഡിയോ ഞാൻ താഴെ കൊടുത്തേക്കാം, അത് കണ്ടിട്ടില്ലാത്തവർ കാണാനായിട്ട് ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ പഠിച്ചു ആനുവൽ, ആൽഫബറ്റ്, കൺസർവേറ്റീവ്, ക്യൂബിക്കിൾ എന്നുള്ള പേരുകളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ അതേ പേരുകളൊക്കെ തന്നെ ഹെഡറിനും ഫൂട്ടറിനും അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡറിൻ്റെയും ഫൂട്ടറിൻ്റെയും ഡീഫോൾട്ട് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഡീഫോൾട്ട് എണ്ണം എന്ന് പറയുന്നത് 24 ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ക്ലാസ്സിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇനി ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കീ പോയിന്റ് ടു റിമെമ്പർ എന്നുള്ള നോട്ടും അതുപോലെ തന്നെ കീ പോയിന്റ് ടു റിമെമ്പർ എന്നുള്ള വീഡിയോസും എടുത്ത് നോക്കുക. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ഉണ്ട്? ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, പേജ് നമ്പർ ഉണ്ട്. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്തൊരു കാര്യം പറയട്ടെ, നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് റിവിഷൻ ആണ്. നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അവൈലബിൾ ഇൻ പെർട്ടിക്കുലർ ടാബ് എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്റ്റ് ബട്ടൺസ് ആണ്. അതായത് ഇതുപോലെയുള്ള ബട്ടൺസ് തന്നിട്ട് ഇതിനകത്ത് ഏത് ഗ്രൂപ്പിലാണെന്ന് ചോദിച്ചാൽ അത് കറക്റ്റായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം ഒരു ധാരണ വേണം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇൻസേർട്ട് ടാബിലെ ഓരോ ഗ്രൂപ്പുകളെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി നടത്തിക്കൊണ്ടിരുന്നത്. ഒപ്പം അതിൻ്റെ അനുബന്ധിച്ചുള്ള കുറച്ച് ഫാക്റ്റുകളും കൂടെയാണ് നോക്കി പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ് വരെ ഡിസ്കസ് ചെയ്തു. ഇൻസേർട്ട് ടാബിന് മൊത്തം 7 ഗ്രൂപ്പാണുള്ളത്. അതിനകത്ത് പേജ് എന്ന് പറയുന്ന ഗ്രൂപ്പ്,
ടേബിൾ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഇല്ലുസ്ട്രേഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്, അതുപോലെ തന്നെ എന്താണ് ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇത് 4 എണ്ണമാണ് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ ക്ലാസ്. അപ്പം നിങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വരണേന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ പ്ലേലിസ്റ്റ് ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് പോയി കണ്ടിട്ട് ഈ ക്ലാസ് ഫുള്ളി ഓക്കെ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് നമ്മൾ ടെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് വരുന്ന സമയത്ത് ടെക്സ്റ്റ് ബോക്സ് ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് പഠിച്ചു. എന്താണ് ടെക്സ്റ്റ് ബോക്സ്, അതിൻ്റെ കോണ്ടെക്സ്റ്റുവൽ ടാബ് എന്തൊക്കെയാണ്, പുൾക്കോട്ട് എന്താണ്, സൈഡ് ബാർ എന്താണ്, കംപ്ലീറ്റ് പഠിച്ചു അല്ലേ. ടെക്സ്റ്റ് ബോക്സ് എന്തിനായിരുന്നു ഉപയോഗിക്കുന്നത്? പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ്. അവിടുത്തെ കോണ്ടെക്സ്റ്റുവൽ ടാബ് എന്തായിരുന്നു? ഫോർമാറ്റ് ആണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. സോ ഏത് ചെക്ക് ചെയ്യണം? നമ്മളുടെ എക്സാം ഫോക്കസിൻ്റെ ആദ്യത്തെ 5 ഭാഗങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫുള്ള് കാര്യങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ഏത് ഗ്രൂപ്പിലാണ്? ടെക്സ്റ്റ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഉള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ക്യുക്ക് പാർട്ട്. അതായത് റീയൂസബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നത് ക്യുക്ക് പാർട്ട് വഴിയാണ്. റീയൂസബിൾ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്രോ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ആയിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള കുറേ കണ്ടന്റുകൾ വേർഡിനകത്തുണ്ട്. അതിനെ നമ്മൾ വേർഡ് ഫീൽഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ക്യുക്ക് പാർട്ട് വഴി നമുക്ക് വേർഡ് ഫീൽഡുകൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡോക്യുമെന്റ് പ്രോപ്പർട്ടീനെ ആഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, ഡോക്യുമെന്റ് പ്രോപ്പർട്ടി ഏത് വഴിയാണ് ആഡ് ചെയ്യാൻ പറ്റുക? ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്തെ ക്യുക്ക് പാർട്ട് വഴി നമുക്ക് എന്ത് ആഡ് ചെയ്യാം? ഡോക്യുമെന്റ് പ്രോപ്പർട്ടി. ഡോക്യുമെന്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പം ഓതർ ആരാണ്, അല്ലെങ്കിൽ കീവേഡ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഡോക്യുമെന്റ് പ്രോപ്പർട്ടി. അതൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വേർഡ് ആർട്ട് എല്ലാവർക്കും അറിയാം അല്ലേ? വേർഡ് ആർട്ട് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ ഡോക്യുമെന്റിലേക്ക് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സഹായിക്കുന്നതാണ് വേർഡ് ആർട്ട്. മൊത്തം 30 ഡീഫോൾട്ട് അല്ലെങ്കിൽ 30 ബിൽറ്റ് ഇൻ വേർഡ് ആർട്ട് ഓപ്ഷൻസ് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. 30 എണ്ണമാണ് എന്ന് ഓർക്കുക. ഓക്കെ, വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടെക്സ്റ്റുവൽ ടാബാണ് ഫോർമാറ്റ്. ഇതിനെക്കുറിച്ച് നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, സോ ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേർഡ് ആർട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കോണ്ടെക്സ്റ്റുവൽ ടാബാണ് ഫോർമാറ്റ് ടാബ്. 30 ഡീഫോൾട്ട് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഓപ്ഷൻസ് ആണ് വേർഡ് ആർട്ടിന് ഉള്ളത്. വേർഡ് ആർട്ട് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇൻസേർട്ട് ഡെക്കറേറ്റീവ് ടെക്സ്റ്റ്. ഇനി നമ്മൾ ഒരു പാരഗ്രാഫിന്റെ ആദ്യത്തെ അക്ഷരം കുറച്ച് എംഫസൈസ് ചെയ്ത് നിൽക്കുന്ന രീതിയാണ് ഡ്രോപ്പ് ക്യാപ്പിൽ അല്ലേ? ഒരു വലിയ ക്യാപിറ്റൽ ലെറ്റർ അറ്റ് ദി ബിഗിനിങ് ഓഫ് എ പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയാണ് ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ മാഗസിനിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾ കീ പോയിന്റ് ടു റിമെമ്പർ എന്ന് പറയുന്ന ആ ഒരു പോർഷൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു വീഡിയോസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഡ്രോപ്പ് ക്യാപ്പിനെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് കാണാനായിട്ട് പറ്റും. ഡ്രോപ്പ് ക്യാപ്പിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ കൂടെ അടുത്ത ദിവസങ്ങളിൽ വരാനുണ്ട്. കുറച്ച് വലിയ കണ്ടന്റ് ആയതുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഓർക്കുക, ഡ്രോപ്പ് ക്യാപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് വരുന്ന കണ്ടന്റ് ആണ് എന്നുള്ളത് ഓർക്കുക. ഇനി നമുക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഡേറ്റ് ആൻഡ് ടൈം ആഡ് ചെയ്യാം. ഇത് രണ്ടും ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ്. ഓക്കെ, ഡിജിറ്റൽ സിഗ്നേച്ചറിന്റെ ഓപ്ഷൻ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ്. ഡേറ്റ് ആൻഡ് ടൈമിന്റെ ഓപ്ഷൻ വരുന്നതും ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണ്. ഡേറ്റിന്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഓൾട്ട് ഷിഫ്റ്റ് ഡേറ്റ് ഡി ആണ്. ഓൾട്ട് ഷിഫ്റ്റ് ടി ആണ് ടൈം. ഓക്കെ, ഇനി എംബഡേഡ് ഒബ്ജക്റ്റ്, അതായത് മറ്റേതെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ ഫയലുകൾ നമ്മളുടെ ഡോക്യുമെൻറ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അത് സാധ്യമാക്കുന്നത് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ബട്ടൺ വഴിയാണ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്താണുള്ളത്. ടെക്സ്റ്റ് ഗ്രൂപ്പ് എവിടെയുള്ളത്? ഇൻസേർട്ട് ടാബിനകത്താണ്. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ഈ ഒരു സീരീസിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏത് ഗ്രൂപ്പിലാണ് ഈ ബട്ടൺസ് ഒക്കെ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. നിങ്ങൾ ഈ ഡയഗ്രാം വരച്ച് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള പോയിന്റ്സുകൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ഗ്രൂപ്പാണ് സിംബൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, സിംബൽസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് 2 ബട്ടൺസ് ആണ് ഉള്ളത്, ഇക്വേഷനും സിംബൽസും.
മെയിനായിട്ടും സിമ്പിൾ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കീബോർഡിനകത്ത് അവൈലബിൾ അല്ലാത്ത, ശ്രദ്ധിക്കണം, കീബോർഡിനകത്ത് അവൈലബിൾ അല്ലാത്ത സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്. ഓക്കെ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? എപ്സിലോൺ, പിന്നെ ഇത് സം, അതുപോലെ തന്നെ എന്താണ് മ്യൂ, പിന്നെ ഓം, മോ, ഇതുപോലെയുള്ള സിമ്പിൾസ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റുപ്പിയുടെ സിമ്പിൾ, റുപ്പിയൊക്കെ ഇപ്പം കീബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കീബോർഡിനകത്ത് അവൈലബിൾ അല്ലാത്ത സിമ്പിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയാണ് നമ്മൾ കോപ്പിറൈറ്റ്, രജിസ്റ്റേർഡ്, ട്രേഡ് മാർക്ക് സിമ്പിൾസ് ഒക്കെ ഉള്ളത് ഈ ഗ്രൂപ്പിലാണ് എന്നുള്ളത് ഓർക്കുക. ഇനി ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെന്റിൽ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. അതിന് വേണ്ടിയിട്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത്. ഓൾട്ട് ഈക്വൽ ടു ആണ് ഇതിൻ്റെ ഷോർട്ട് കട്ട്. ഓൾട്ട് ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ ഇൻസേർട്ട് എ ഇക്വേഷൻ, ആൻ ഇക്വേഷൻ എന്നുള്ളതാണ് അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത്. നമുക്ക് 9 ഡീഫോൾട്ട് ആയിട്ടുള്ള ഇക്വേഷൻസ് അവൈലബിൾ ആണ്. അതിൻ്റെ പേര് നിങ്ങളുടെ കയ്യിലുണ്ട്, ഞാൻ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ 9 ബിൽറ്റ്-ഇൻ ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ഏതൊക്കെയാണ്? ഏരിയ ഓഫ് എ സർക്കിൾ, ഇത് കീ പോയിന്റ് ടു റിമെമ്പറിനകത്ത് ഉള്ളതാണ് കേട്ടോ. ഏരിയ ഓഫ് എ സർക്കിൾ, പിന്നെ എൻ്റെ കൂടെ പറഞ്ഞേ, ബൈനോമിയൽ തിയറം, ടെയ്ലർ എക്സ്പാൻഷൻ, പിന്നെ ഫോറിയർ സീരീസ്, പൈതഗോറിയൻ തിയറം, പിന്നെ ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി 1, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി 2, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. 9 ആയോ? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, എക്സ്പ്രഷൻ ഓഫ് എ സം. ഓക്കെ, നോക്കിയേ, ആദ്യം പറഞ്ഞത് ഏതാ? ഏരിയ ഓഫ് എ സർക്കിൾ, ബൈനോമിയൽ തിയറം, ടെയ്ലർ എക്സ്പാൻഷൻ, ഫോറിയർ സീരീസ്, പൈതഗോറിയൻ തിയറം, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി 1, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി 2, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ്പാൻഷൻ ഓഫ് എ സം. ഇത്രയാണ് ഡീഫോൾട്ട് ആയിട്ട് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ 9 എണ്ണത്തിൻ്റെ പേരാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. സോ ബിൽറ്റ് ഇൻ ഇക്വേഷൻസ് 9 എണ്ണമാണ്. ഏരിയ ഓഫ് എ സർക്കിൾ, ബൈനോമിയൽ തിയറം, ടെയ്ലർ എക്സ്പാൻഷൻ, ഫോറിയർ സീരീസ്, അതുപോലെ തന്നെ എന്താണ് പൈതഗോറിയൻ തിയറം, ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റി 1, ഐഡൻറ്റിറ്റി 2, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, എക്സ്പാൻഷൻ ഓഫ് എ സം. ഇത്രയാണ് ഇക്വേഷനകത്ത് വരുന്നത്. എത്ര ഇക്വേഷൻ ഉണ്ടെന്നാണ് നമ്മൾ പഠിച്ചേ? 9 ബിൽറ്റ് ഇൻ ഇക്വേഷൻസ് ഉണ്ട്. ഇനി ഇവിടെ കുറച്ച് സിമ്പിൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. കോപ്പിറൈറ്റ്, രജിസ്റ്റേർഡ്, ട്രേഡ് മാർക്ക്, ഇതിൻ്റെ ഷോർട്ട് കട്ടുകൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അത് ഏതാണ് ഷോർട്ട് കട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ട് കൺട്രോൾ സി ആണ് കോപ്പിറൈറ്റിൻ്റേത്. ഓൾട്ട് കൺട്രോൾ ആർ ആണ് രജിസ്റ്റേർഡ്. ട്രേഡ് മാർക്ക് വന്നിട്ട് ഓൾട്ട് കൺട്രോൾ ടി ആണ്. ഓക്കെ, ഓൾട്ട് ഷിഫ്റ്റ് ടി എന്തായിരുന്നു? കമൻറ്റ് ചെയ്തേ. ഓൾട്ട് ഷിഫ്റ്റ് ടി എന്തായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ട്രേഡ് മാർക്ക് സിമ്പിളിൻ്റെ ഓൾട്ട് കൺട്രോൾ ടി ആണ്. രജിസ്റ്റേർഡിൻ്റേത് ഓൾട്ട് കൺട്രോൾ ആർ ആണ്. സി എന്തായിരുന്നു? കോപ്പിറൈറ്റ് എന്തായിരുന്നു? ഓൾട്ട് കൺട്രോൾ സി ആണ്. ഈ 3 എണ്ണവും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇനി ഇവിടുന്ന് ഒരു ആഡ് ഓൺ പോയിന്റ് പറഞ്ഞു തരാം. നമ്മളുടെ ഈ സിമ്പിൾസ് ആയിട്ടുള്ള രജിസ്റ്റേർഡും അതുപോലെ തന്നെ ട്രേഡ് മാർക്കും എങ്ങനെയാണ് ഡോക്യുമെന്റിലേക്ക്, അല്ലെങ്കിൽ ആസ് രജിസ്റ്റേർഡ് ആൻഡ് ട്രേഡ് മാർക്ക് സിമ്പിൾസ് ആർ ഇൻസേർട്ടഡ് ആസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, രജിസ്റ്റേർഡ് ആൻഡ് ട്രേഡ് മാർക്ക് സിമ്പിൾസ് ആർ ഇൻസേർട്ടഡ് ആസ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൂപ്പർ സ്ക്രിപ്റ്റുകളായിട്ടാണ് ആഡ് ചെയ്യുന്നത്. സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഹോം ടാബിനകത്ത് ഏത് ഗ്രൂപ്പായിരുന്നു? പഠിച്ചതല്ലേ. ഹോം ടാബിനകത്ത് ഏത് ഗ്രൂപ്പായിരുന്നു? കമൻറ്റ് ചെയ്യുക കേട്ടോ. ഹോം ടാബിനകത്ത് ഏത് ഗ്രൂപ്പായിരുന്നു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അവിടുത്തെ എന്തായിരുന്നു? അവിടുത്തെ കണ്ടന്റാണ്
സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ബേസ് ലൈൻ ഇതാണെന്നുണ്ടെങ്കിൽ ബേസ് ലൈനിന് മുകളിലായിട്ട് ഒരു റേസ്ഡ് ഫോമിൽ എന്തെങ്കിലും എഴുതണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്ന കണ്ടന്റുകളെയാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുക. ബേസ് ലൈനിന് താഴെ ആയിട്ട് എഴുതുന്ന കണ്ടന്റിനെയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇത് ഹോം ടാബിൻ്റെ കണ്ടന്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. അതിൻ്റെ കീ പോയിന്റ് ടു റിമെമ്പറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണാനായിട്ട് പറ്റും. പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ ഇവിടെ പറയാം. അതായത് നമ്മൾ എന്താണ് ഇൻസേർട്ട് ടാബിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇൻസേർട്ട് ടാബിൻ്റെ 7 ഗ്രൂപ്പുണ്ട്. പേജ്, പിന്നെ കൂടെ പറഞ്ഞേ ടേബിള്, ഇല്ലുസ്ട്രേഷൻ, പിന്നെന്തായിരുന്നു ലിങ്ക്, പിന്നെ ഇന്ന് പഠിച്ചത് ഹെഡർ ആൻഡ് ഫൂട്ടർ, ടെക്സ്റ്റ്, സിമ്പൽ. ഇത്രയാണ് 7 ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്തെ ഓരോ കണ്ടന്റും കൃത്യമായിട്ട് അറിയണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഇവിടെ എന്തൊക്കെയുണ്ട്? ഇക്വേഷനും സിമ്പലും ഉണ്ട്. ഇവിടെ ടെക്സ്റ്റ് ഗ്രൂപ്പിനകത്ത് ടെക്സ്റ്റ് ബോക്സ് ഉണ്ട്, വേർഡ് ആർട്ട് ഉണ്ട്, ക്യുക്ക് ആർട്ട് ഉണ്ട്, പിന്നെ എന്തൊക്കെയായിരുന്നു സിഗ്നേച്ചർ ലൈൻ ഉണ്ട്, ഡേറ്റ് ആൻഡ് ടൈം ഉണ്ട്, പിന്നെന്താണ് ഒബ്ജക്റ്റ് എന്നുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഹെഡർ ആൻഡ് ഫൂട്ടറിനകത്ത് എന്തൊക്കെയായിരുന്നു? ഹെഡർ ഉണ്ട്, ഫൂട്ടർ ഉണ്ട്, പേജ് നമ്പർ ഉണ്ട്. പേജ് നമ്പറിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ ഇന്ന് പറഞ്ഞു തന്നു. ഓക്കെ, ഇനി ലിങ്കിനകത്താണെങ്കിലോ, ഇന്നലത്തെ ക്ലാസ് ആണ്. ലിങ്കിനകത്താണെങ്കിലോ ഹൈപ്പർ ലിങ്ക് ഉണ്ട്. ഹൈപ്പർ ലിങ്ക് കൃത്യമായിട്ട് ഇന്നലത്തെ ക്ലാസ്സിന് എടുത്തിട്ടുണ്ട്. പിന്നെന്താ ബുക്ക് മാർക്ക് ഉണ്ട്. പിന്നെന്താ പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ? ക്രോസ് റെഫറൻസ് ഉണ്ട് അല്ലേ? ഈ ക്രോസ് റെഫറൻസ് എവിടെയും കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എവിടെയും കൂടെ ഉണ്ട്? റെഫറൻസ് ടാബിനകത്ത് ക്യാപ്ഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് ആരുണ്ട്? റെഫറൻസ് എന്ന് പറയുന്ന ടാബിൽ ക്യാപ്ഷനിലും ക്രോസ് റെഫറൻസ് ഉണ്ട്. രണ്ടും ഒരു കണ്ടന്റ് തന്നെയാണ്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. ഇല്ലുസ്ട്രേഷനിലാണ് എന്ത്? പിക്ചർ, ഷേപ്പ്, ക്ലിപ്പ് ആർട്ട്, പറഞ്ഞേ സ്മാർട്ട് ആർട്ട്, ചാർട്ട്. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇല്ലുസ്ട്രേഷനകത്ത് വരുന്നത്. ടേബിളിൽ കണ്ടന്റ് ഇല്ല, പക്ഷേ എന്താണ് കോളം റോ എന്നെഴുതിയിട്ട് നമ്മൾ ടേബിൾ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ ഇവിടെ കവർ പേജ്, ബ്ലാങ്ക് പേജ്, പേജ് ബ്രേക്ക്. ഇനി പറഞ്ഞേ പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട് എന്തായിരുന്നു? കൺട്രോൾ എൻ്റർ ആണ്, അല്ലെങ്കിൽ കൺട്രോൾ റിട്ടേൺ ആണ് പേജ് ബ്രേക്കിൻ്റെ ഷോർട്ട് കട്ട്. കൺട്രോൾ കെ എന്തിൻ്റെ ആയിരുന്നു? കമൻറ്റ് ചെയ്തേ കൺട്രോൾ കെ. പിന്നെ ഓൾട്ട് ഷിഫ്റ്റ് ടി, അതുപോലെ ഓൾട്ട് ഷിഫ്റ്റ് ഡി, പിന്നെ ഓൾട്ട് കൺട്രോള് സി, ഓൾട്ട് കൺട്രോള് ആർ, ഓൾട്ട് കൺട്രോള് പിന്നെന്തായിരുന്നു ടി. ഇതൊക്കെ എന്തിൻ്റെയാണെന്നുള്ളത് ഓർത്തിരിക്കുക, അത്യാവശ്യമാണ്. പിന്നെ ഓക്കെ, അപ്പോൾ ഇത്രയാവുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ടാബ് പഠിക്കും. അപ്പോൾ ഇൻസേർട്ട് ടാബിൻ്റെ 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ ചെയ്തത്. 7 ഗ്രൂപ്പ് ഉള്ളതുകൊണ്ടും അതത്ര ഡീറ്റെയിൽ ആയി പറഞ്ഞതുകൊണ്ടാണ് വീഡിയോയുടെ ലെങ്ത് കൂടിയത്. ഇത് മൊത്തം 1 മണിക്കൂർ അടുത്ത് വരുന്നുണ്ട്. അപ്പം കൃത്യമായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഫൈൻ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക. ഓക്കെ, അപ്പോൾ ഫൈൻ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പേജ് ലേഔട്ട് ടാബിനെ കുറിച്ചാണ് പറയുക. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.